ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, മക്കളുടെ അനുഗ്രഹത്തിനായി മാതാപിതാക്കളായി നമ്മൾ ഒരുമിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന അനുഗ്രഹത്തിന്റെ ശുശ്രൂഷ ബെൻഡിറ്റ് പ്രയർ. ഇന്ന് ഈ പ്രഭാതത്തിൽ മക്കളുടെ അനുഗ്രഹത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, മക്കളുടെ എല്ലാ മേഖലകളിലും ഉന്നതമായ വിജയം ആഗ്രഹിക്കുന്ന, അവരുടെ ഉന്നതി കാണുവാൻ ആഗ്രഹിക്കുന്ന മക്കളെ ദൈവസന്നിധിയിൽ സന്തോഷപൂർവ്വം ചേർത്ത് വയ്ക്കുന്ന ഈ ശുശ്രൂഷയിൽ ഇന്ന് പ്രത്യേകമായ വിധം മക്കളുടെ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ എല്ലാ സ്വഭാവ രൂപീകരണത്തെയും അവരുടെ വ്യക്തിത്വ വളർച്ചയും സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. മക്കളുടെ ഇടയിലുള്ള എല്ലാ അന്ധവിശ്വാസങ്ങൾ, കൗദാശിക ജീവിതത്തിനെതിരായി മക്കളുടെ എല്ലാ നിരീശ്വരമായ പ്രസ്ഥാനത്തിലുള്ള താല്പര്യങ്ങൾ, ദൈവമില്ല, ദൈവത്തിന് ശക്തിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സഭയോടോ അല്ലെങ്കിൽ കൂതാശയോടൊക്കെ എതിര് കാണിക്കുന്ന മക്കളെ ഇന്ന് ദൈവസന്നിധി സമർപ്പിക്കാം. പ്രാർത്ഥിക്കുവാനായി വിളിക്കുമ്പോൾ കുടുംബ പ്രാർത്ഥനയ്ക്കായിട്ടോ അല്ലെങ്കിൽ ദിവ്യബലിക്കായി അനുദിന ദിവ്യബലി, ഞായറാഴ്ച ആചരണം, ഇതിനൊക്കെ താല്പര്യമില്ലാതെ എപ്പോഴും ജീവിതത്തിലെ മറ്റു ലൗകിക കാര്യങ്ങളോട് താല്പര്യം വെച്ചുകൊണ്ട് ലോകത്തിലേക്ക് വീണുപോകുന്ന, ലൗകിക ആഡംബരങ്ങളിൽ വീണുപോകുന്ന മക്കളെ നമുക്ക് സമർപ്പിക്കാം. തെറ്റായ രീതിയിൽ പണം സമ്പാദിക്കുകയും അങ്ങനെ ആഡംബര ജീവിതം നയിച്ചുകൊണ്ട് ദുർമാതൃകളായി മാറുന്നുണ്ടെങ്കിൽ അവരുടെ മാറ്റം ആഗ്രഹിച്ച് ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നാഹും പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 15-ാം വചനം, സദ്വാർത്ത കൊണ്ടുവരുന്നവന്റെ, സമാധാനം പ്രഘോഷിക്കുന്നവന്റെ പാദങ്ങൾ അതാ മലമുകളിൽ എന്ന് വചനത്തിൽ നമ്മൾ വായിക്കുന്നു. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നമ്മുടെ മക്കൾ സമാധാനം പ്രഘോഷിക്കുന്ന, ദൈവവചനത്തോട് താല്പര്യം പുലർത്തുന്ന, ദൈവവചനം പ്രഘോഷിക്കുന്ന, എവിടെയും ദൈവവചനത്തിന് ആശ്രയിക്കുന്ന പ്രാർത്ഥനയുടെ മക്കളായി, മാതൃകളുടെ മക്കളായി തീരട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ വിധത്തിലുള്ള അബദ്ധ സിദ്ധാന്തങ്ങൾ, ദുഷ്പ്രചരണങ്ങൾ, നിരീശ്വരവാദങ്ങൾ മാറി നിന്നുകൊണ്ട് മക്കൾ കൃപയോട് നിൽക്കുവാനും വിശ്വാസത്തോട് ഉറച്ചു നിൽക്കുവാനും ഏത് പ്രതിബന്ധങ്ങളിലും വിശ്വാസം, കൂദാശ നഷ്ടപ്പെടുത്താതെ അനുഗ്രഹത്തോടെ നിൽക്കുവാൻ നമുക്കിന്ന് പ്രാർത്ഥിക്കാം. നാഹും 1:15 സദ്വാർത്ത കൊണ്ടുവരുന്നവന്റെ, സമാധാനം പ്രഘോഷിക്കുന്നവന്റെ പാദങ്ങൾ അതാ മലമുകളിൽ. പ്രിയ മാതാപിതാക്കളെ, ഈ സമയം നമ്മുടെ മക്കളെ ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. മക്കൾ അടുത്തുണ്ടെങ്കിൽ അവരുടെ ശിരസിൽ കൈവച്ചും അതിന് സാധിക്കാത്ത പക്ഷം അവരെ മനസ്സിലോർത്ത് അവരുടെ പേര് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, അവിടുന്ന് ദാനമായി നൽകിയ ഞങ്ങളുടെ മക്കളെ അവിടുത്തെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അപ്പനായ അമ്മയായ ഞാൻ എൻ്റെ മകനെ, എൻ്റെ മകളെ അനുഗ്രഹിക്കുന്നു. കർത്താവായ ഈശോയെ, ഞങ്ങളുടെ മക്കൾ സദ്ഭാർത്തിയും സമാധാനം പ്രഘോഷിക്കുന്ന ഒരു വ്യക്തിയായി മാറട്ടെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മക്കളിലൂടെ അനേകരിലേക്ക് ഈ സമാധാനം കൈമാറട്ടെ. കർത്താവെ, കൗദാശിക ജീവിതത്തിൽ പ്രാർത്ഥനയിൽ മക്കൾ ആഴപ്പെടുകയും വ്യക്തിപരമായ പ്രാർത്ഥനകൾ പ്രാധാന്യം കൊടുക്കുകയും ദേവാലയത്തോടും കൂദാശകളോടുള്ള മക്കളുടെ താല്പര്യം വളരുകയും ചെയ്യട്ടെ. അങ്ങനെ ജീവിതത്തിൽ മക്കൾ അനുഗ്രഹം നേടിക്കൊണ്ട് അങ്ങേ മഹത്വപ്പെടുത്തുവാൻ ഇടയാകട്ടെ. ആമീൻ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.